എനിക്കൊരു ടോപ്പിക് ഇൻ്റൽ 8088 മൈക്രോപ്രൊസസ്സർ. അപ്പോൾ ഇൻ്റൽ 8088 മൈക്രോപ്രൊസസ്സർ വാസ് റിലീസ്ഡ് ഇൻ 1979 ആഫ്റ്റർ 8086. 8086 എന്ന് പറഞ്ഞ മൈക്രോപ്രൊസസ്സറിൻ്റെ മോഡൽ ഇറക്കിയതിന് ശേഷമാണ് 8088 ഇറക്കുന്നത്. ഈ ബോത്ത് പ്രൊസസ്സർ ഹാവ് സെയിം ആർക്കിടെക്ചർ. ദ ഓൺലി ഡിഫറൻസ് ഈസ് ബിറ്റ്വീൻ CPU ബസ് വിഡ്ത്ത്. എക്സ്റ്റേണൽ ഡാറ്റ വിഡ്ത്തിൽ മാത്രമേ ഇതിൽ വ്യത്യാസം വരുന്നുള്ളൂ. 8088ഉം 8086 തമ്മിലുള്ള വ്യത്യാസം. അതിൽ 8086-ന് 16 ബിറ്റ് എക്സ്റ്റേണൽ ബസ് വിഡ്ത്ത് വരുന്നുണ്ട്. പക്ഷേ പുതിയതായിട്ട് ഇറക്കിയ 8088-ന് 8 ബിറ്റ്സ് എക്സ്റ്റേണൽ ബസ് വിഡ്ത്ത് വരുന്നുള്ളൂ. The 8088 CPU uses 2 consecutive bus cycles to read or write 16-bit data instead of 1 cycle bus for 8086. 8088 CPU-ന് 2 ബസ് സൈക്കിൾ യൂസ് ചെയ്യുന്നുണ്ട്. ഒന്ന് എഴുതാൻ വേണ്ടി 8 ബിറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്, 8 ബിറ്റ്സ് റൈറ്റ് ചെയ്യാനും വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ 8086 ടോട്ടലി 16 ബിറ്റ്സ് മാത്രമേ റൈറ്റ് ചെയ്യാനും റീഡ് ചെയ്യാനും യൂസ് ചെയ്യുന്നുള്ളൂ. This was an important factor in choosing the 8088 processor for IBM PC line of computer because at the time 8-bit support chips were cheaper than 16-bit support chips, and there was faster selection of 8-bit chips. IBM PC lines ഒക്കെ യൂസ് ചെയ്ത് 8-bit സപ്പോർട്ട് ചിപ്സ് ആണ്. ബിക്കോസ് അത് ചീപ്പറായിരുന്നു, 16-ബിറ്റിനെക്കാട്ടി ചീപ്പറായിരുന്നു അത്. അപ്പോൾ അവരതാണ് യൂസ് ചെയ്തിരുന്നത്. ഇത് 2 സെഗ്മെൻ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. ഫസ്റ്റ് 64 KB processor can be 64 KB of memory directly, and address more than 64 KB. CPU has to break the update into few parts, update 64 memory, change segments, register, update another block of memory. ഈ പ്രോസസ്സർ 64 KB മെമ്മറീസുള്ള ഡയറക്റ്റ് ആയിട്ട് അഡ്രസ്സ് ചെയ്യുന്നത്. അതിൽ കൂടുതലുണ്ടെങ്കിൽ അത് ബ്രേക്ക് ചെയ്ത് 64 KB ആക്കി എന്നിട്ടാണ് പിന്നെ അത് ഡയറക്റ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യുന്നത്. ഈ സെഗ്മെൻറ്റ്സ് അപ്ഡേറ്റ് ചെയ്യുന്നത്, പിന്നെ അനദർ ബ്ലോക്ക് ഓഫ് മെമ്മറി അപ്ഡേറ്റ് ചെയ്യുന്നത്. The CPU recognize all floating point instruction, and when necessary it calculates memory address of FP instructions, operands, and does a dummy memory read. ഈ CPU 8088 CPU ഫ്ലോട്ടിംഗ് പോയിൻറ്റ്സ് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ വേഗം ഐഡൻറ്റിഫൈ ചെയ്യും. അതുപോലെ തന്നെ ഈ മെമ്മറി അഡ്രസ് ഓഫ് ഫോർ FP ഇൻസ്ട്രക്ഷൻ ഓപ്പറൻസ് ആൻഡ് ഡസ് ദ മെമ്മറി റീഡ്. ജസ്റ്റ് ഒരു താൽക്കാലികം ഒരു ഡമ്മി ആയിട്ട് ആ FP ഇൻസ്ട്രക്ഷനിലൊക്കെ റീഡ്. The floating point unit captures the calculator address and possibly the data and proceed to execute FP instructions. ഈ ഫ്ലോട്ടിംഗ് പോയിൻറ്റ് ഇൻസ്ട്രക്ഷൻസ് ഒരു ഡമ്മി പോലെ വായിച്ച് അത് കാൽക്കുലേറ്റ് ചെയ്ത് അഡ്രസ്സ് ചെയ്തിട്ട് അത് നമുക്ക് ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യുകയാണ് ഇത് മെയിനായിട്ട് ചെയ്യുന്നത്. ഈ ഫ്ലോട്ടിംഗ് പോയിൻറ്റ് വായിക്കുന്ന അതേ സമയം തന്നെ CPU അടുത്ത ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. ബോത്ത് ഇൻഡിജർ ആൻഡ് ഫ്ലോട്ടിംഗ് പോയിൻറ്റ് ഇൻസ്ട്രക്ഷൻ ക്യാൻ ബി എക്സിക്യൂട്ട് കൺകറൻ്റ്ലി. ഒരുപോലെ തന്നെ ഫ്ലോട്ടിംഗ് പോയിൻറ്റും ഇൻഡിജറും ഒക്കെ അവർ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട് അത് CPU. Original Intel 8088 microprocessor was manufactured using HMOS technology. There were also CHMOS version of the chip, ATC88 and ATC88A. This microprocessor had much lower power consumption and featured standby mode. 8088 microprocessor ഉണ്ടാക്കിയത് HMOS ടെക്നോളജി ബേസ്ഡാണ്. അതുപോലെ തന്നെ ഇതിന് പവർ കൺസപ്ഷനും കുറവാണ്, ഫീച്ചേഴ്സും സാധാരണ ഉള്ള പോലെ തന്നെ ഫീച്ചേഴ്സും ഉണ്ട്. ഇത് യൂസ് ചെയ്തൊരു കമ്പ്യൂട്ടറാണ് IBM PC സീരീസ് Amstrad PPC640. ലിസ്റ്റ് ഓഫ് 8088 മാനുഫാക്ചേഴ്സ് AMD, Intel, Harris, അങ്ങനെ കുറേ ഉണ്ട്. NEC, MHS,
Fujitsu, etc. etc. Thank you.